ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ട് മത്സരക്രമം, അതായത് പ്രീ ക്വാർട്ടർ നോക്കൗട്ട് മത്സരക്രമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മത്സരം നടക്കുന്നത് 10, 11 തീയതികളിൽ ആദ്യ പാദവും 17, 18 തീയതികളിൽ രണ്ടാം പാദവും. മാർച്ച് 10, 11 ആദ്യ പാദം, 17, 18 രണ്ടാം പാദം നടക്കും. അപ്പം മത്സരക്രമങ്ങളിലേക്കൊന്ന് പോകാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർ PSG ചെൽസിയെ പ്രീ ക്വാർട്ടറിൽ നേരിടും. അതൊന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമായിരിക്കും. കാരണം ചെൽസി പ്രീമിയർ ലീഗിൽ ഇപ്പം ഇച്ചിരി ഉഴപ്പാണെങ്കിലും ഇത്തിരി തട്ടിമുട്ടിയെ പോകണമെങ്കിലും അവർ ഈ ചാമ്പ്യൻസ് ലീഗൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നല്ലൊരു കളി കളിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചെൽസിയാണ് ഫുട്ബോൾ വേൾഡ് കപ്പ്, ക്ലബ്ബ് ഫുട്ബോൾ വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ. അപ്പം അങ്ങനത്തെ വലിയ ഒക്കേഷൻ വരും. പ്രീമിയർ ലീഗ് വലിയ ഒക്കേഷൻ അല്ലാന്നല്ല പറയുന്നത്, പക്ഷേ ചാമ്പ്യൻസ് ലീഗ്, ക്ലബ്ബ് ഫുട്ബോൾ വേൾഡ് കപ്പ് അതൊക്കെ വരുമ്പോൾ അവർ തനി നിറക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചലഞ്ചായിരിക്കും PSG. പിന്നെ ഗലറ്റാസറൈ ലിവർപൂളിൽ ഗലറ്റാസറൈ അട്ടിമറി വീരന്മാരാവാൻ സാധ്യതയുണ്ട്. കാരണം ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ ഫോം അനുസരിച്ചിട്ട് ഗലറ്റാസറയ്ക്ക് വേണമെങ്കിൽ ലിവർപൂൾ അട്ടിമറിക്കാവുന്നതാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗാണ്, ലിവർപൂളാണ്. ഗലറ്റാസറൈ ലിവർപൂളും തമ്മിലുള്ള മുട്ടിച്ചു നോക്കുമ്പോൾ ലിവർപൂൾ വളരെ ഉന്നതിയിലാണ്, ഹൈയിലാണ് നിൽക്കുന്നത്. കാരണം കൊണ്ട് ചിലപ്പോൾ ലിവർപൂളിന് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട് ഗലറ്റാസറൈയുടെ ഓപ്പോസിറ്റ്. അടുത്തത് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. ഈ സീസണിൽ തന്നെ ഒരു വട്ടം അവർ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു, സിറ്റിയും റയൽ മാഡ്രിഡും. അതിൽ 2-1 സിറ്റി ജയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരിക്കും. കാരണം ഈ പ്രീ ക്വാർട്ടർ ഫിക്ചറിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിക്ചറാണ് സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ്. എത്തിഹാദിലും കളി വരും, ബെർണബ്യൂവിലും കളി വരും. ആര് മേൽക്കൈ നേടും, ആര് ജയിക്കുന്നുള്ളത് കണ്ടറിയാം. അതൊരു ടൈറ്റ് ഫിക്സർ തന്നെയാണ് വരിക. ഇപ്പം ഏതായാലും ഇപ്പം കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചുകളിൽ പറഞ്ഞു വേദനൊക്കെ മറ്റേ വിനീഷ്യസ് ജൂനിയറും അങ്ങനൊരു ഇഷ്യൂസ് നടക്കുന്നുണ്ടല്ലോ. സംഭവം കഴിഞ്ഞ് ബെനിഫിക്ക വിനീഷ്യസ് 2 പാദങ്ങളിൽ ഓരോ ഗോളായിട്ട് ജയിച്ചൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് കൂടിയാണല്ലോ ഇത് വരുന്നത്. അത് കാരണം കൊണ്ട് ഞാൻ കണക്ട് ചെയ്തതല്ല. അപ്പോൾ റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫേവറേറ്റുകളാണ്, ഹോട്ട് ഫേവറേറ്റ് ആണ് ചാമ്പ്യൻസ് ലീഗിൽ. അവർ ചാമ്പ്യൻസ് ലീഗ് വെച്ച് താഴെ പോയാലും പിന്നെ അവർ ജസ്റ്റ് കയറി വരും. ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ അഴിഞ്ഞിട്ടുള്ള കാര്യമാണ് റയൽ മാഡ്രിഡിൻ്റെ. അപ്പോൾ റയൽ മാഡ്രിഡ് സിറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരിക്കും. അറ്റ്ലാന്റെ ബയേൺ മ്യൂണിക്, ഇതൊക്കെ അതിശയമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബയേൺ അറ്റ്ലാന്റെ പഞ്ഞിക്കിടും തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചൊരു മാറ്റം വരെ സാധ്യതയൊന്നുമില്ല. ഹാരി കെയ്നും ടീമായിട്ട് കയറി മേയും. അറ്റ്ലാന്റയിൽ ഞാൻ അങ്ങനെ അട്ടിമറി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നെക്സ്റ്റ് ന്യൂകാസിൽ ബാഴ്സലോണ ചിലപ്പോൾ ഒരു ഹൈ ഇൻറ്റൻസ് മാച്ച് അയക്കാൻ സാധ്യതയുണ്ട്. ന്യൂകാസിൽ പ്രീമിയർ ലീഗിൽ ഇത്തിരി തപ്പിത്തടയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനത്തെ വലിയ വേദികളിൽ ചിലപ്പോൾ അവരെ തന്നെ കാണിക്കാം. ഓപ്പോസിറ്റ് ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ ആയതുകൊണ്ട് ഞാൻ ബാഴ്സലോണയ്ക്ക് തന്നെയാണ് ഒന്നുകൂടി മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷേ ന്യൂകാസിൽ ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ന്യൂകാസിൽ ബാഴ്സലോണ. അത്ലറ്റിക്കോ ടോട്ടനം റെലഗേഷൻ, പ്രീമിയർ ലീഗിൽ റെലഗേഷൻ ഭീഷണിയിലാണ് ടോട്ടനം നിൽക്കുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഒരു മോശമില്ലാത്ത കളി കളിക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് സിമിയോണി എപ്പോൾ വേണമെങ്കിലും ഫ്രജൈലാവാൻ സാധ്യതയുള്ള ടീമാണ്. കാരണം ബോഡോ ഗ്ലിംസിനെതിരെ 2-1 അവർ നാട്ടിൽ സ്വന്തം മെട്രോപൊളിറ്റാനയിൽ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ തോറ്റിരുന്നു. അത് കാരണം കൊണ്ട് ഫ്രജൈലായ ഒരു ടീമാണ് സിമിയോണിൻ്റെ അത്ലറ്റിക്കോ. ടോട്ടനം ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ കയറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മത്സരമാണ് അത്ലറ്റിക്കോ ടോട്ടനം. ബോഡോ ഗ്ലിംസ് സ്പോർട്ടിങ്, അത് സ്പോർട്ടിങ് കുറച്ച് മേൽക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും ബോഡോ ഗ്ലിംസിൻ്റെ കളിക്കളയാൻ പറ്റില്ല. ഞാൻ കുറേ വീഡിയോസ് അവർ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. സിറ്റീനെ തോൽപ്പിച്ച് അവിടെ നാട്ടിൽ വെച്ചിട്ട്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഹോം ഗ്രൗണ്ടായി മെട്രോപൊളിറ്റാനിൽ വേണ്ടി തോൽപ്പിച്ചു 2-1. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റായി ഇന്റർ മിലാനെ 2 പാദങ്ങളായിട്ട് 5-2 എന്നുള്ള അഗ്രിഗേറ്റിലാണ് അവർ തുരത്തിയത്. ഹോമും എവയും അവർ ജയിച്ചു. അങ്ങനെ ഇന്റർ മിലാനെ പുറത്താക്കിയിട്ടാണ് അവർ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് ബോഡോ ഗ്ലിംസ് തള്ളിക്കളയാനായിട്ടില്ല. സ്പോർട്ടിങ്ങിന് നല്ലൊരു വെല്ലുവിളിയായിരിക്കും ബോഡോ ഗ്ലിംസ്. ലെവർക്യൂസൻ ആഴ്സണൽ, കപ്പിന് വേണ്ടി വളരെ ആവേശത്തോടെ അർട്ടേറ്റയുടെ ടീം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലും പിന്നെ പ്രീമിയർ ലീഗിലും FA കപ്പിലും എല്ലാത്തിലും കയറി അലക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് എന്ത് വില കൊടുത്തും അർട്ടേറ്റ ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ലെവർക്യൂസൻ ചിലപ്പോൾ അട്ടിമറിക്കാൻ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഞാൻ കൂടുതലും പ്രതീക്ഷ കൊടുക്കുന്ന ആഴ്സണൽ തന്നെയാണ്. ആഴ്സണലിൽ 1 അടിച്ച് കഴിഞ്ഞാൽ 1-2 അടിച്ച് കഴിഞ്ഞാൽ ആഴ്സണൽ കളിയിലും വരഞ്ഞു മുറുക്കും. അപ്പോൾ അതിൽ ആഴ്സണലാണ്
ഞാൻ സാധ്യത കൊടുക്കുന്നത്. അപ്പോൾ മാർച്ച് 10, 11 ആദ്യപാദം, 17, 18 സെക്കൻഡ് ലീഗും നടക്കും.